നില്ലേ നില്ലാമഴകിൽ ആദ്യമാം. ചേച്ചേ ആണ്ട് അവര് തിരിച്ചു വന്നേ. വിപ്ലവത്തച്ചോ രണ്ടുപേരും കൂടെ എന്തോ കാര്യമായ കാര്യത്തിന് പോയതാണല്ലോ. എന്ത് പറ്റി? എന്തായി? ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്ന്. അതെന്തെറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? അതുപോലുള്ള കാര്യങ്ങളാണല്ലോ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാനാണോ കാണിച്ചു വെച്ചത്? പിന്നെ ഞാനാണോ കാണിച്ചു വെച്ചത്? ഞാനാണോ കാണിച്ചു? ഞാനാണോ പിന്നെ? ആരെന്താ കാണിച്ചു വെച്ചേ? എന്തുറ്റി? കേശു, ഓ വീട് പണിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഏൽപ്പിച്ച കോൺട്രാക്ടർ അത്ര പോരാന്ന് നമുക്കങ്ങ് തോന്നി. ഓ അതുകൊണ്ട് ഇപ്പൊ ഞാൻ മറ്റൊരു കോൺട്രാക്ടറെ ഞാനാണ് എന്റെ സ്വന്തം റിസ്കിൽ ഏൽപ്പിച്ചത്. ഓക്കെ. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ആളാണ്. എന്റെ കൂടെ ലൈൻമാൻ ആയിരുന്ന ഭദ്രന്റെ അനിയൻ. അത്ര അടുത്ത ബന്ധം. നല്ല കാര്യം. മോനത് നല്ല കാര്യമായിട്ട് തോന്നിയല്ലോ. പക്ഷെ എന്റെ ഭാര്യക്ക് അത് നല്ല കാര്യമായിട്ട് തോന്നിയില്ല. ഏത് ഭാര്യ? എന്റെ ഭാര്യ ചോദിക്ക്. എന്തു പറ്റി? ഇങ്ങനെ ഈ പറയുന്ന ഭദ്രനും അവന്റെ അനിയനും ഉണ്ടല്ലോ, യോവന്മാരെ പോലെ ഭൂലോക കള്ളന്മാരെ ഈ ലോകത്തിലില്ല. ഒരു പണി അറിയില്ലെന്നേ അവന്മാർക്ക്. സീതേ, നീ എന്തു വേണേലും പറഞ്ഞോ, ഭദ്രന് പണിയറിയില്ല എന്ന് മാത്രം നീ പറയരുത്. പിന്നെ എടാ, നിനക്കറിയാമോ, കോരിച്ചൊരിയുന്ന പേമാരിയെ തൃണവൽഗണിച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ, വഴുക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു ഉടുപ്പിനെ പോലെ വലിഞ്ഞു കയറി ഏത് കോരിച്ചൊരിയുന്ന മരത്തിൽ ലൈൻ കെട്ടുന്നവരാണ് ഭദ്രൻ. 3 തവണ മികച്ച ലൈൻമാനുള്ള അവാർഡ് എന്റെ കയ്യിൽ നിന്ന് ഭരതൻ മേടിച്ചേക്കണത്. അത് നിങ്ങളുടെ പോലെ വാലാട്ടി നടക്കുന്നോണ്ട് ആ ഭരതന് പണിയറിയില്ലെന്ന് പറയരുത്. അതെ. ഈ ഭരതനാരാ? ഇമോഷൻകാരൻ പേര് മാറിപ്പോയതാ. ഭദ്രന്റെ ചേട്ടനാണ് ഭരതൻ. ഓ ഈ ഭദ്രന്റെ ഭരതന്റെ അനിയനെയാണ് ഞാൻ പണി ചെയ്യിപ്പിച്ചേക്കുന്നത്. പുള്ളിയുടെ പേരെന്ത്? ഭീമൻ. അവർക്ക് പണി അറിയില്ല. ആ പണി അറിയില്ല. അതെന്നെ പറഞ്ഞത് പണി അറിയില്ല. അവരെ പണി ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ സംഭവം? വഴക്ക് ഇടപെടാത്ത എന്താ? ഈ ആവശ്യത്തെ കൂടുതൽ ഇടപെടുന്നുണ്ടല്ലോ. അത് പിടിക്കണ്ട, വിട്ടേക്ക്. അയ്യോ സീതാമ്മ, ഞാൻ പറഞ്ഞില്ല അത് വിട്ടേക്കാൻ. അല്ല അത് പിടിക്കണ്ട. ചേച്ചി, പറയണ കേക്ക്. അത് കുഴപ്പമില്ല. പിഞ്ചു മനസ്സാണ്. അവിടെ പോയി കരയും. ഇല്ല, അത് കുഴപ്പമില്ല, അത് വിട്ടേക്ക്. അല്ല ഞാൻ ഡീൽ ചെയ്യാം. ഏതാ ഞാൻ പറഞ്ഞ കേക്ക്, അത് വിട്ടേക്ക്. എനിക്ക് തന്റെ അമ്മായച്ചനോട് സ്നേഹമില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനല്ല. പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പോയി അനുഭവിക്ക്. വേണ്ട, നീ എന്നോട് വേണ്ടണ്ട. ഞാൻ എന്ത് ചെയ്ത്? കുഴപ്പമില്ല അച്ഛൻ പറ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഇതങ്ങനെ തീരൂലടാ. അല്ല ഞാൻ ഡീൽ ചെയ്യാന്ന്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടാ? ശരി അജോ, ശരിക്കും ഈ പറഞ്ഞ പുള്ളിയില്ലേ, ഇപ്പൊ നമ്മൾ കോൺട്രാക്ടർ ഏൽപ്പിച്ച പുള്ളി, ഈ ഭീമൈ, പുള്ളിക്ക് പണി അറിയൂ? നീ എന്ത് വർത്താനോടെ പറയണത്? എടാ, അവൻ നല്ല പണിക്കാരനാണ്. അവൻ പണിത് 7 വീട് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ആഹാ, പിന്നെന്താ പ്രശ്നം? അതല്ലേ ഞാനും ചോദിക്കണം, പിന്നെന്താ പ്രശ്നം? എന്താ ചേച്ചി, ഈ പ്രശ്നം ഞാൻ ഇടപെടുകയും ചെയ്യും, ഇത് ഞാൻ സോൾവും ചെയ്യും. ചേട്ടാ എന്താ പ്രശ്നം? അത് വേറെ ഒന്നുമല്ലടാ, നമ്മുടെ ഈ ഇവിടെ വലിയ വീട് തമ്മിലുള്ള പ്രശ്നമാണ് കേട്ടോ. അതിനോട് ഒരു പിള്ളേർ ഇടപെടണ്ട. പിന്നെ ചേട്ടൻ ഇടപെട്ടെ. കൊച്ചു വായന് വലിയ വർത്താനം വേണ്ട. മിണ്ടായി ഇവിടെ. ഓ, ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ എന്റെ ഭാര്യ എന്റെ കൂടെ നിൽക്കണ്ടതാ. അത്യാവശ്യം ഉത്തരവാദിത്തമുള്ള ഭാര്യയാണെങ്കിൽ കൂടെ നിൽക്കണം. നിനക്ക് കാര്യം മനസ്സിലായി, പക്ഷെ എന്റെ ഭാര്യക്ക് അത് മനസ്സിലാകുന്നില്ല. ഞാൻ സംസാരിച്ച് മനസ്സിലാക്കിക്കാം. അതിന്റെ ആവശ്യമില്ല. ചേച്ചി ഈ പ്രശ്നം ഡീൽ ചെയ്യൂ? ഇല്ലല്ലോ.
ഇപ്പൊ ഞാൻ ഡീലി ഉണ്ടായില്ലേ? ലച്ചു അല്ലെങ്കിൽ സീതയുടെ കൂടെടാ, അതല്ലേ അവളെ അഭിപ്രായം പറയാത്തത്. എന്റെ വിഷമം ആർക്ക് മനസ്സിലാവാൻ? ഞാൻ ഇനി ആ ഭദ്രനോട് എന്ത് പറയും? അവന്റെ അനിയൻ ഭീമനോട് എന്ത് പറയും? ഞാൻ അവർക്ക് വാക്ക് കൊടുത്തല്ലേടാ. അപ്പൊ വാക്കിന് വിലയില്ലാത്ത ഒരാളായി മാറിയിട്ടാ ഞാൻ. അച്ഛ എന്താ അച്ഛൻ കരഞ്ഞാ? ദേ, അച്ഛാ, അച്ഛനോട് ഞാനുണ്ട്, ധൈര്യമായിട്ടില്ല, ഞാൻ ഡീൽ ചെയ്യാം. അത് വേണ്ടടാ. ചേച്ചി കുറെ നേരമല്ലേ ചേച്ചി? ഞാനത് ഞാൻ ചോദിക്കാണ്. അല്ല പിന്നെ മോനെ, ആ ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ സ്വന്തം മോൻ പോലും എന്റെ കൂടെ കട്ടക്ക് നിന്നിട്ടില്ലടാ. നീ പോയി സീതനോട് എന്ന് പറ, ഭീമൻ നല്ല കോൺട്രാക്ടറാണ്, അവനെ പണിയേൽപ്പിക്കാനായിട്ട് പറയൂ. ഓ പറയാം. പറഞ്ഞ് ഇന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് അച്ഛന്റെ ഈ കൈ വെള്ള കൊണ്ട് ഞാൻ തരും. മതി. പോരെ? അത് വേണോ? ലച്ചു, ഞാൻ ഒന്നും മിണ്ടുന്നില്ല, പ്രശ്നം തീർന്നില്ലേ ഇത്? ഞാൻ സീതമ്മയെ ഡീൽ ചെയ്തിട്ട് വരട്ടെ, പോയിട്ട് വരാം. ഡിസ്റ്റർബ് ചെയ്യരുത്. ലച്ചു, ഭദ്രനെയും ഭീമനില്ലേ, നല്ല കോൺട്രാക്ടറാണ്. അവൻ പണിത ഒരു വീട്ടിലും ഇതേവരെ കറണ്ട് പോയിട്ടില്ല. അതെനിക്കറിയാം. എങ്ങനെ അറിയാം? അല്ല, അച്ഛൻ ഇത്രയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പുള്ളി നല്ലൊരു പണിക്കാരനായിരിക്കണമല്ലോ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ. ഇത്രയൊക്കെ അറിയാഞ്ഞിട്ടാണോ സീതയുടെ മുമ്പിൽ വെച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാഞ്ഞത്? അല്ല, അത് ഞാൻ ഈ ഭദ്രൻ എന്ന് പറയുന്ന ആളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. പക്ഷെ ഭദ്രനെ എനിക്കറിയാലോ, ഈ ഭീമനെ എനിക്കറിയാലോ. അതെന്തായാലും നല്ലതാ. അച്ഛാ, എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്നില്ല, കേശു ഇടപെടുന്നുണ്ടല്ലോ, അത് മതി. ചേട്ടൻ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, പ്രശ്നം സോൾവ് ആവും. സോൾവ് ആയാ മതി. പണി ഭീമനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. ഞാൻ വാക്ക് കൊടുത്തതാണേ. ഞാൻ എന്ത് പറഞ്ഞാലും ആ മനുഷ്യൻ കേൾക്കില്ലാത്ത അവസ്ഥയിലേക്ക് വന്നേക്കുക. ഓരോ പ്രശ്നത്തിൽ പോയി ചാടുകയും ചെയ്യും, അവസാനം എൻ്റെ മുന്നിൽ വന്ന് കരയുകയും ചെയ്യും. ഇതെല്ലാം ഞാൻ തന്നെയല്ലേ കാണേണ്ടത്? അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ? കേൾക്കാതിരുന്നതൊക്കെ പോയി കുഴി ചാടിയിട്ടുമുണ്ട്. അച്ഛനും കണക്കാം, മോനും കണക്കാം, മരുമോളത്ര പ്രശ്നമില്ല, രണ്ടുപേരും കണക്കാം. ഇതെല്ലാം സഹിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരാളിങ്ങനെ ഉണ്ടല്ലോ. സീതാമോ, കുഴപ്പത്തച്ഛൻ ഭയങ്കര സങ്കടത്തിലാണ്. ഞാനും ഭയങ്കര സങ്കടത്തിലാ. കുഴപ്പത്തച്ഛന് മാത്രമേ സങ്കടമുള്ളൂ. എടാ, എന്തിനാ ജനാർദ്ദന് സങ്കടം? അതിപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ സങ്കടം വരുമല്ലോ. എടാ, അതെന്തുവാ കാര്യം എന്നായി ചോദിക്കുന്നേ? വീട് പുതുക്കി പണിയാൻ ഏൽപ്പിച്ച ആള് ശരിയല്ല എൻ്റെ അമ്മേ. അയ്യോ, സീതാമോ, കുഴപ്പത്തച്ഛൻ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നതിൽ കാര്യമില്ലേ? കേശു അങ്ങനെ ഒരാളുടെ ഭാഗം മാത്രം നോക്കി സംസാരിക്കല്ലേ. അല്ലല്ലോ, ഒരാളുടെ ഭാഗം മാത്രം കേട്ട് സംസാരിക്കാൻ ഞാൻ ഇൻഫ്ലുവൻസറാ. അതല്ല, இந்த வீடெல்லாம் கட்டணும்னா நம்ம நல்ல ஆளை தான் ஏற்பாடு செய்யணும். വേണ്ടേ, നല്ല ആളെ ഏർപ്പാട് ചെയ്യണ്ടേ? ഇത് നല്ല ആളല്ല എന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം. ഇതിപ്പോ ആരെയാ ഏൽപ്പിച്ചത്? ഭീമൻ. ഭീമനോ? ഭരതന്റെ അനിയൻ ഭീമൻ. പേരില് മാത്രമേ ഉള്ളൂ ഭീമൻ. അല്ല, ഭരതന്റെ അനിയൻ ഭദ്രൻ, ഭദ്രന്റെ അനിയൻ ഭീമൻ. ഇതിപ്പോ ബന്ധമാണോ പ്രശ്നം, ഇവിടുത്തെ കാര്യമാണോ പ്രശ്നം? ഇവിടുത്തെ കാര്യമാണ് പ്രശ്നം. എന്തൊക്കെയായി പറയുന്നത്? അമ്മേ, പരിചയത്തിന്റെ പുറത്ത് എല്ലാ കാര്യങ്ങളും ചേട്ടനെ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ചേട്ടന്റെ പരിചയത്തിന്റെ പുറത്ത് ഒരുത്തനെ ഏൽപ്പിച്ചേക്കുക ഈ വീട് പണി. അവൻ ഒരു പുണ്ണാക്കും അറിയത്തില്ലെന്നേ. അല്ലെന്ന്, ഈ പരിചയത്തിന് പുറത്ത് ഏൽപ്പിക്കുന്നത് നല്ല കാര്യമല്ലേ? ആണോ? അത്ര നല്ല കാര്യ? പിന്നെ എനിക്ക് നിന്നെ നല്ല പരിചയമുണ്ട്. ഒരു കാര്യം ചെയ്യും, 3 നാളെ മുതല് ആ വീടിന്റെ പുതുക്കി പണിയുന്ന കാര്യമല്ലേ ഏറ്റെടുക്ക. അല്ല, എനിക്ക് പരിചയമുണ്ടല്ലോ. എനിക്ക് പണി അറിഞ്ഞോളൂ. പണി അറിയില്ലല്ലോ? ഇല്ല, ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞവന് പണി അറിയില്ല. അല്ലെന്ന്, ആ പറഞ്ഞവ എന്തോ 6 or 7 വീടും കണ്ട കെട്ടിട്ടുണ്ടോന്നല്ലേ പറഞ്ഞത്. 7 വീട് കെട്ടിയിട്ട് കാര്യമുണ്ടോ? ഇവിടെ കെട്ടിയ വീടിന്റെ മേൽക്കൂര മുഴുവൻ ചോർന്നൊലിക്കാടാ. ചോർന്നൊലിക്കുക എന്തൊരു ഓല വെച്ച് പണിഞ്ഞ വീടാ? എടാ, ഓല വെച്ച വീടല്ലേ ചോർന്നൊലിക്കുള്ളൂ. കോൺക്രീറ്റ് കൊണ്ട് പണിത വീട് ചോർന്നൊലിക്കുവോ? എടാ, ഇവൻ പണിത എല്ലാ കോൺക്രീറ്റ് വീടുകളും ചോർന്നൊലിച്ചോണ്ടിരിക്കുക. അപ്പൊ അവന്റെ ആ പണി ഏൽപ്പിക്കാവോ? പാടില്ല, ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ஐயோ, அந்த மாதிரி ஆளையெல்லாம் ஏற்பாடு செய்தா நம்ம காசு போகும்ல. കാശ് പോകുന്നേ. അല്ല, പക്ഷെ അങ്ങനെ കാശ് പോകുന്നൊരു പരിപാടിക്ക് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യും? ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് നിൽക്കത്തില്ല, ഒരാൾ അങ്ങനെ നിൽക്കും. ആര്? എന്റെ ഭർത്താവ്, റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫ് KCB ജനാർദ്ദനൻ. അത്രക്കാരെയൊന്നും പണി ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായേ? പക്ഷെ അങ്ങാർക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി.
മനസ്സിലായോ? അപ്പൊ ഞാനിത് പോയി മനസ്സിലാക്കി കൊടുക്കാം. മനസ്സിലാക്കി കൊടുക്കണം. സിമ്പിൾ പരിപാടിയല്ലേ? സിമ്പിൾ പരിപാടിയാ. ഞാൻ ആദ്യം അവിടുത്തെ മാത്രമേ പകുതി കേട്ടുള്ളൂ. അതെ. ഇപ്പൊ ഇവിടുത്തെ പകുതി കേട്ട്. ഇപ്പൊ എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇവിടെ ശരിയുള്ളൂ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, നീ അദ്ദേഹത്തിനോട് ചെന്ന് പറയണം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന്. ഓക്കെ. ഇപ്പൊ കാര്യകാരനെല്ലാം മനസ്സിലായല്ലോ. എന്നാ വേഗം ചെല്ല്. ഓക്കെ. ആ പോട്ടെ. ഡീലാക്കിട്ട് പറഞ്ഞു ഞാൻ. ശരി ശരി. ഈ വട്ടെങ്കിലും സീതയുടെ വാക്കിനൊരു വിലയുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അല്ല, ഇങ്ങനെയുള്ളവരെയൊക്കെ പണി ഏൽപ്പിച്ച എങ്ങനെ ശരിയാവും? ശരിയാവത്തില്ലമ്മേ, അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇത് മനസ്സിലാവേണ്ടേ ഇങ്ങേർക്ക്? അപ്പൊ സീതയുടെ ഭാഗത്ത് തന്നെ ശരി. എന്റെ ഭാഗത്ത് തന്നെയല്ലേ എപ്പോഴും ശരി. ഇങ്ങനെ ചോർന്നൊലിക്കുന്ന വീട് അങ്ങനെ കൊടുക്കാൻ വേണം. സോൾവ് ആയോ? ഇല്ല, സോൾവ് ആയില്ല. പക്ഷെ ഇപ്പൊ സോൾവ് ആവും. സംഭവം എന്തിനാ പറ്റിയെന്നറിയോ? എന്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഞാൻ അവിടെ സംസാരിക്കാൻ പോകാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ പോയി കേട്ടപ്പോഴാണ് അവിടാണ് കറക്റ്റ്. ഇപ്പം നേരെ ചെല്ലുന്നു, സംസാരിക്കുന്നു, ഇപ്പൊ തീരും പ്രശ്നം. ശരി. ഓക്കെ. ആ എന്ത് പറ്റി? ഒന്നുമില്ല. അച്ഛൻ ഇട്ടിരിക്കണു അവിടെ പോയാ? ഇവിടെ അല്ലായിരുന്നു നേരത്തെ? അങ്ങോട്ട് പോയി. സോ ഫാസ്റ്റ്. അപ്പൊ അച്ഛൻ പറഞ്ഞ് അത് ശരിയാവില്ല, ഇതാണ് അതിന്റെ ശരിയെന്ന്. ഇത്രയുമാണ് ഇവിടെ സംഭവിച്ചത്. ഇനി പറ, ഇത്രയും കേട്ടെടുത്തോളം മോള് പറ, ആരുടെ ഭാഗത്താണ് ന്യായം? അച്ഛാ, ആ, ഞാൻ ഒരു സത്യം പറയട്ടെ. സത്യം മാത്രമേ ഈ കാര്യത്തിൽ പറയാൻ പാടുള്ളൂ. പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നും അല്ല, ഇത്രയും പ്രായമില്ലാത്ത കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവണത്? അത് സാരല്ല. എന്നാലും ആരുടെ ഭാഗത്താണ് ന്യായം? അച്ഛന്റെ ഭാഗത്തല്ലേ ന്യായം? അതേന്ന് പറഞ്ഞു. ആണ്. അതെ, മോക്ക് ഒരേ കാര്യങ്ങൾ മനസ്സിലായി, എന്നിട്ടും എന്റെ ഭാര്യക്ക് മനസ്സിലായിട്ടില്ല. എന്താണെന്ന് നോക്ക്. ആ, തോറ്റ് തുന്നം പാടിയിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. അല്ല ജോ, അങ്ങനൊന്നുമില്ല. ഇവിടെ ജോ, ഞാനൊരു കാര്യം പറയട്ടാ. ഞാൻ നമ്മുടെ സീതാമ്മയായിട്ട് സംസാരിച്ച്. ഇപ്പോൾ സീതാമ്മ പറയണ എന്തെന്ന് വെച്ചാല്, നമ്മൾ ഈ പറഞ്ഞ ഭീമന് പണി അറിഞ്ഞൂടാ എന്നാണ്. അവൾ അങ്ങനെ പറഞ്ഞ? ആ, പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പണി അറിയാത്ത ആൾക്ക് നമുക്ക് വെറുതെ കൊണ്ട് വീടിന്റെ പണി കൊടുക്കണോ? പണി അറിയാവുന്ന ആർക്കെങ്കിലും കൊടുത്താൽ പോരെ? എടാ, അവൻ പണിതേക്കണ എത്ര വീടുകള് പുതിയ ട്രാൻസ്ഫോമർ പോലെ ചെത്തായിട്ട് അവിടെ നിൽക്കുന്നു. ആ, ഇതന്നെ സീതാമ്മ പറഞ്ഞത്. ഈ പണിഞ്ഞ വീടൊക്കെ ഈ ട്രാൻസ്ഫോമർ മഴ നനയുമ്പോ നനയും പോലെ നിന്ന് നനയുന്നുണ്ടെന്ന്, ചോർന്നൊലിക്കണമെന്ന്. എടാ, സീതയുടെ അറിവില്ലായ്മയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വീട് പണിയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? പൈസ. പൈസ വേണം. ഓ, പൈസ കൊണ്ടാണല്ലോ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നത്. അതെ. ഒരു വീട് പണിയുടെ മെയിൻ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ജനാർദ്ദന, ആ പണിക്കാരൻ കൊള്ളത്തില്ലെങ്കിൽ വേറൊരാളിനെ വെച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലയോ? ഓ, സീത അപ്പൊ പറഞ്ഞ അമ്മയെയും മാറ്റി. ഭയങ്കര സാധനം ഉണ്ടവള്. അല്ല, സീത പറഞ്ഞപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. അമ്മ ആ അഭിപ്രായം ഇവിടെ വേണ്ട, നമുക്ക് കേൾക്കണ്ട. ഞാൻ കാര്യത്തിലേക്ക് വരാം. ആ, അതെ അമ്മമ്മ, ഞാൻ ഈ കാര്യം ഡീൽ ചെയ്തോണ്ടിരിക്കില്ല. ഞാൻ സ്മൂത്തോടെ ഡീൽ ചെയ്തോളാം. അച്ഛൻ എന്താ പറഞ്ഞാല്, ഒരു വീടിന്റെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിൽ പാളിപ്പോയി കഴിഞ്ഞാൽ വീട് ചോർന്നൊലിക്കും, ചിലപ്പോ ഇടിഞ്ഞു വീഴും. ശരിയല്ലേ? അതിന് പണിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, കാര്യമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഭീമന്റെ കുഴപ്പമല്ല, മെറ്റീരിയലിന്റെ കുഴപ്പമാണ്. ഈ മെറ്റീരിയൽ എടുക്കണത് ആര്? ഈ പറഞ്ഞ ഭീമനല്ലേ? ഭീമനല്ല, ആ വീട്ടുകാരാണ് എടുത്തു കൊടുത്തത്. അവർക്ക് അവിടെയാണ് പാളിപ്പോയത്. ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താണ്? ഞാൻ നേരിട്ട് പോയാണ് മെറ്റീരിയൽ എടുക്കുന്നത്. ആ, അതങ്ങനെ വരട്ടെ. ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. നിനക്ക് പിടികിട്ടില്ലേ? ഇതവക്ക് പിടികിട്ടുന്നില്ല. നീ ഒന്ന് സീതനോട് ചെന്ന് പറ, ഇതാണ് കാര്യമെന്ന്. മറ്റൊരാൾ പറഞ്ഞാൽ അവക്ക് മനസ്സിലാവുമെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. ഉറപ്പല്ലേ? സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഈ കാര്യം എന്നോട് 5 മിനിറ്റ് മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോയപ്പോ ഇത് കൂടെ കണക്ട് ചെയ്തൊക്കെ പറഞ്ഞ് ഫുള്ള് ഡീൽ ചെയ്തല്ലേ. സാരില്ല, ഇപ്പൊ പോയി പറഞ്ഞാ മതി. ഓക്കെ, ഇപ്പൊ ചെന്ന് പറയാം. ഈ നിസ്സാര കാര്യത്തിനൊക്കെ 5 മിനിറ്റ്. എന്തായാലും അവക്ക് പിടികിട്ടിയില്ലെങ്കിലും അവന് പിടികിട്ടിയല്ലോ, അത് മതി സമാധാനം. അമ്മക്ക് പിടികിട്ടിയോ? ഏതാണ്ടൊക്കെ. അപ്പോഴും ഏതാണ്ടേ ആയിട്ടുള്ളൂ. മോക്ക് പിടികിട്ടിയോ? പിന്നെ കൊച്ചിന് വരെ പിടികിട്ടി.
പേര് എന്നിട്ട് മെറ്റീരിയലിൻ്റെ കാര്യം പറയുന്നു ഡിലേ. സോൾവ് ആയോ? ഏ സോൾവ് ആയോ? ഇല്ല, ഇപ്പം സോൾവ് ആവും. 2 മിനിറ്റ് കേസോടെ ഉള്ളൂ. സംഭവം എന്താ പറ്റിയെന്നറിയൂ, നമ്മൾ നേരത്തെ ഈ ഭീമമാമൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. പക്ഷെ ഭീമമാമൻ്റെ അല്ല പ്രശ്നം, ഈ വീട് ചോർന്നിരിക്കാനേ മെറ്റീരിയലിൻ്റെയാണ് പ്രശ്നം. അതിപ്പോൾ ചെന്ന് ഞാൻ അവിടെ പ്രശ്നം സോൾവ്. ഇത് ഇവിടെ നിർത്തിക്കൂടെ? അതങ്ങനെയാ, ഇതിപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞാൽ പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്താമല്ലോ എനിക്ക്. സീതാമ്മയുടെ കിച്ചണിൽ തന്നെ ആണല്ലോ, അവിടെ നിന്ന് പോയിട്ടില്ലല്ലോ. ഓക്കെ, ഇപ്പോഴല്ലേ എനിക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവണത്. டேய் அப்பா ஒத்துக்கிட்டாரா? പിന്നെ ഒത്തുകിട്ടില്ല, പക്ഷെ കറക്റ്റ് കാര്യം പറഞ്ഞു നമ്മുടെ എനിക്ക് എപ്പോൾ ക്ലിയർ ആയി. കറണ്ട് അടിച്ച പോലെ വല്ല അയാൾ പറഞ്ഞു കാണും. അയ്യോ അല്ല, എനിക്ക് അതിന് ക്ലിയർ കട്ടായിട്ടുള്ള മറുപടിയാണ് വന്നത്. എന്ത് പറഞ്ഞു? അതായത് നമുക്ക് കേൾക്കണം. ഇപ്പം നമ്മളൊരു വീട് പണിയാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ്? வீடு கட்டுறதுக்கு காசு வேணும். നൈസ് ട്രൈ, ഡോണ്ട് ട്രൈ അഗൈൻ. കാര്യം പറയടാ. അപ്പൊ കാശ് വേണം. ആ കാശ് കൊണ്ട് നമ്മൾ എന്താണ് മേടിക്കണത്? ശരി ശരി, കറക്റ്റ് കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഭരതൻ ചേട്ടൻ, ഭദ്രൻ ചേട്ടൻ അനിയൻ ഭീമൻ ചേട്ടൻ. നീ എന്താ ബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു നിന്നോട്. ഭീമൻ ചേട്ടനല്ല പ്രശ്നം. പിന്നെ ഭീമൻ ചേട്ടന് കെട്ടാൻ കൊടുക്കാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടി വീട്ടുകാരെടുത്തു കൊടുത്ത മെറ്റീരിയൽസിനാണ് പ്രശ്നം. മെറ്റീരിയൽസിനോ? ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ കണ്ട വീട്ടുകാരെല്ലാം കൂടെ അവർക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഭീമൻ ചേട്ടൻ എടുത്ത് കൊടുക്കണത്. ഭീമൻ ചേട്ടൻ അത് വെച്ച് വീട് പണിയും, വീട് ചോരും, പ്രശ്നം വരും. അമ്മൂമ്മ, ഇപ്പം നമ്മള് ഒരു വീട് പണിയാണ്, കൂടെ സാധനം ഇട്ട് പണിഞ്ഞാൽ വീട് എങ്ങനെ ഇരിക്കും? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മേസ്ത്രി പണിക്കൊന്നും പോയിട്ടില്ല. യേശു, അങ്ങേര് പറയുന്ന തൊണ്ട തൊടാതെ വിഴുങ്ങി ഇങ്ങോട്ട് വന്നേക്കുവാ അല്ലേ? ഇല്ല, മൊത്തം വിഴുങ്ങിയില്ല, കുറച്ചേ വിഴുങ്ങിയുള്ളൂ. ഐ മീൻ, എടാ ഈ ഭീമന്റെ ശരിക്കുള്ള ജോലി എന്താ നിനക്കറിയാവോ? കോൺട്രാക്ടർ. എടാ അവന്റെ ശരിക്കുള്ള പണി, നമ്മൾ ഈ കെട്ടിടം പണിയാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ചു വെക്കത്തില്ലേ, മെറ്റീരിയൽസ്. നീ പറഞ്ഞ ഈ മെറ്റീരിയൽസ് ഒക്കെ മറിച്ച് വിൽക്കലാണ് പരിപാടി. എന്നിട്ട് ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തട്ടിക്കൂട്ടി വീട് പണിയും. പിന്നെ വീട് ചോരാതിരിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ വേണ്ടാന്ന്. അതെപ്പടി മുടിയോ? മുടിയില്ല, മുടിയാത്. അങ്ങനെ മുടിക്കുന്ന അവന്റെ പേരിൽ ഈഡിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കണം എന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളറിഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ? മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ, ചെന്ന് അങ്ങേരോട് പറ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ ഇനിയും ചെന്ന് പറയാനോ? പിന്നെ നീയല്ലേ ഇതിന് മധ്യസ്ഥ നിന്നത്, ചെന്ന് പറയ്. അല്ല അമ്മൂമ്മ, മക്കളെ എന്നങ്ങ് പറ. ചെല്ലുകേശു. ഞാൻ പോവാം. കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവൻ சொல்லுவான், അവൻ നല്ല പയ്യൻ. നല്ല പയ്യൻ പോകുന്ന എന്റെ കിട്ടേണ്ട എടുത്തോട്ടെ, അതാ എന്റെ പേടി. ഇത് കുഴപ്പം മെറ്റീരിയൽസിന്റെ അല്ല, ഭീമന്റെ അല്ല, എവരുടെയാണ്? സോൾവ് ആയോ? ചേച്ചി സംഭവേ ഇത് എനിക്കങ്ങോട്ട് ക്ലിയർ ആവണില്ല. ഞാൻ അവിടെ ചെന്ന് പറയുമ്പോൾ പറയാം അപ്പുറത്ത് പോയി പറയേ, അവിടെ ചെന്ന് പറയുമ്പോൾ പറയും ഇപ്പുറത്തൊന്ന് പറയേ. അതേപോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്, അങ്ങോട്ട് തീരണില്ല. തീരൂല. തീരൂല, കാരണം ഇതാ ലൂപ്പാ. ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞാണോ ഇത് പിടിക്കണ്ടെന്ന്. അതായത് ഇവരുടെ പ്രശ്നത്തിൽ ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ആ ഇടപെട്ട ആളുടെ തലയിലാവും. അച്ഛൻ പറഞ്ഞത് നീ അമ്മയുടെ അടുത്ത് പറയുന്നു, അമ്മ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് പറയണം. ഇങ്ങനെ പറഞ്ഞ് അവസാനം നിന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരും. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആദ്യം പറയണ്ടായിരുന്ന. എത്രയോ തവണ പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ നിനക്ക് പ്രശ്നം പരിഹരിക്കാൻ ഭയങ്കര ആവേശമായിരുന്നല്ലോ. പരിഹരിക്കും. അച്ഛനോടെ കിടപ്പുണ്ട്. ഇപ്പൊ അമ്മ പറഞ്ഞത് പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വാ. അപ്പൊ അച്ഛൻ എന്തെങ്കിലും പറയും, അത് നീ അമ്മയുടെ അടുത്ത് പറയണം. ശരി.
ഹംസം കിടക്കണ എന്തേ പ്രശ്നം സോൾവ് ചെയ്യാൻ പോണല്ലേ? ചേച്ചി പോയേച്ചോ അവിടുന്ന്. എന്നാ എനിക്ക് വേറെ വേലയില്ല. യേശു ഓ ഓ നിന്നോട് പറഞ്ഞായിരുന്നു, നീ ചെയ്തായിരുന്നോ? ഏത് കാര്യം? അങ്ങേരോട് ഒരു കാര്യം പറയാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചിരുന്നോ? ഓ പറഞ്ഞായിരുന്നു. നീ പറഞ്ഞായിരുന്നോന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതെന്താ പറയണ്ടിരുന്നേ? ഉത്തരവാദിത്തമായിട്ട് നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പം അത് ഉത്തരവാദിത്തത്തോടെ തന്നെ ചെയ്യണ്ടേ? വേണ്ടേ? വേണം. പിന്നെന്താ ചെയ്യേണ്ടിരുന്നേ? മറന്നുപോയി. മറന്നുപോയോ? എന്റെ ലച്ചു മോളെ, നീ കേക്കണം. അച്ഛനോട് പറയാൻ അയ്യോ 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 ആ കാര്യം എനിക്ക് അറിയാം, എനിക്ക് മനസ്സിലായതാ അത്. അല്ല എന്നാലും അത് ശരിയല്ലല്ലോ, ഇവൻ പറഞ്ഞില്ലല്ലോ. അതെ അതെ. എന്താണ് ഇവിടെ ഒരു ബഹളം? എന്താ ബഹളം? ഞാൻ ഇവനോടൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു നിങ്ങളോട് പറയാൻ. അവൻ ഇതുവരെ നിങ്ങളോട് അത് പറഞ്ഞിട്ടില്ല. അതെന്താ കേശു നീ പറയാഞ്ഞേ? കുറച്ച് തിരക്കായി പോയി ചേച്ചാ. എന്ത് തിരക്ക്? നീ ഇത്ര നേരം ഫോണിൽ കളിച്ച് ഇവിടെ കിടക്കായിരുന്നില്ലേ? ഞാൻ കണ്ടതാണല്ലോ. പിന്നെ എന്ത് തിരക്ക്? അതെന്താ കേശു നീ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നത്? അത് പറയേണ്ട കാര്യമല്ലേ എന്നോട്? ഓ ആ പക്ഷെ അത് പറഞ്ഞാൽ ശരിയാവൂല്ലോ. അതെന്താ പറഞ്ഞാൽ ശരിയായാലും? അതെന്താ പറഞ്ഞ ശരിയാവാത്ത? അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തമ്മിലുള്ള തല്ലി ഇന്നോ നാളെയും തീരുമില്ല. ആ അപ്പൊ അത്രക്ക് വലിയ കാര്യമാണ്. ആ അപ്പൊ നീ പറ, എനിക്കത് അറിയണം. ഞാൻ പറയില്ല. കേശു നീ പറയുക കേശു, എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് എനിക്ക് അറിയണമല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ തമ്മിൽ പിന്നെയും തല്ലാവും. തല്ലെങ്കിൽ തല്ല്, അടിയെങ്കിൽ അടി, പിടിയെങ്കിൽ പിടി. ഇന്ന് രണ്ടാലൊന്നും അറിഞ്ഞിട്ട കാര്യമുള്ളൂ. നീ പറടാ, പറയ്. വേണ്ടത് പറയടാ. ശരി ഞാൻ പറയാം. പറയ്. ഓ ഒരു മിനിറ്റ്. അതെ ലച്ചി ആ അവിടെ നിന്ന് പിടിച്ചോണേ. ഓക്കെ ഈ ഗ്യാപ്പ് ഓക്കെ. ഇനി പറയാം. കയ്യെന്ന് വിട് മോളെ, നീ പറടാ. പറയട്ടാ? പറയണേ. ആ സീതാമ്മ പറഞ്ഞെന്തായിരുന്നു വെച്ചാല്, ഭദ്രന്റെ അനിയൻ ഭീമനില്ലേ, അങ്ങനെ പണി ഈ മേടിച്ചു കൊടുക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഡബിൾ വിലക്ക് മറച്ചു വെക്കുന്നതാണെന്ന്. കേശു ഞാനല്ല, സീതാമ്മയാ. സീതാമ്മയോട് ആര് പറഞ്ഞു എന്ന് ചോദിക്ക്. സീതാമ്മയോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഭീമന്റെ കൂടെ ജോലി ചെയ്യുന്നൊരു പയ്യനാ പറഞ്ഞെന്ന് അച്ഛനോട് പറ. ഭീമന്റെ കൂടെ ജോലി ചെയ്യുന്നൊരു പയ്യനാ പറഞ്ഞെന്ന് അച്ഛനോട് പറയാന്ന് പറയാൻ പറഞ്ഞു. ഏത് പയ്യനാണെന്ന് ചോദിക്കടാ അവളോട്. ഏത് പയ്യനെന്ന് ചോദിക്കാൻ പറഞ്ഞു. കുട്ടു എന്ന് പറ. കുട്ടു കുട്ടു കുട്ടുവോ? കുട്ടു രാമാനുജൻ ചേട്ടന്റെ മകൻ കുട്ടുവോ? ആ ചേട്ടാ, രാമാനുജൻ ചേട്ടന്റെ മകൻ കുട്ടു. അവൻ ഈ ഭീമന്റെ കൂടെ ഇപ്പൊ പണിയുന്നേ. അപ്പൊ ശരിയായിരിക്കുള്ളൂ. അപ്പൊ നീ പറഞ്ഞത് കറക്റ്റാണ്. എനിക്കൊക്കെ പറ്റുന്ന ഒരേ അബദ്ധമേ. നമ്മൾ ഓരോരുത്തരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ഇവരാ നമുക്ക് പണി തരുന്നത്. അപ്പൊ നമുക്കിനി ഭീമനെ വേണ്ട, ഭീമനെ മാറ്റിയേക്കാം. സീതുസേ, എന്താ ഏട്ടാ? നിന്റെ പരിചയത്തിൽ കോൺട്രാക്ടേഴ്സിനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ പരിചയത്തില് കോൺട്രാക്ടേഴ്സിനെ പരിചയമുള്ളത് ഏട്ടനുണ്ട്. എനിക്ക് പരിചയമുള്ള ഭീമൻ മാത്രമേ ഉള്ളൂ. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് വേറെ ആരെങ്കിലും പിടിക്കാം. അതാ നല്ലത്. തലവൻ എടുക്കുന്നുണ്ടല്ലേ? ഉച്ചക്ക് ചായ കുടിച്ചില്ലല്ലോ. ഇപ്പൊ തന്നെ നല്ല കടുപ്പത്തിലൊരു ചായ ഇടാം. വേണം. ചേട്ടാ ഡ്രസ്സ് മാറി കേട്ടോ. മറിക്കേ മക്കള് മറിക്കേ, പിള്ളേര് മറിക്കേ. കൂട്ടെ ഒന്ന് ഒതുങ്ങിയടാ കൂട്ടാ, ഒന്ന് ഒതുങ്ങടാ. അച്ഛൻ പോയിക്കോട്ടെ. വേഗം കൊണ്ടുവരാവേ. ഇതെന്ത് ചേച്ചിയുണ്ടായേ? പ്രോബ്ലം സോൾവ് ആയത്. സീതൂസേന്ന് വിളിച്ചത് കേട്ടില്ലേ? അപ്പൊ പ്രോബ്ലം സോൾവ് ആയി. സോൾവ് ആയ ഇത്ര ഉള്ളായിരുന്നോ? അപ്പൊ ഇതിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര എത്ര നേരം നടന്നു ഞാനാരായി? കഴിഞ്ഞോ പ്രശ്നം? ഇത്ര വലിയ വിഷയം കിട്ടിട്ടോ? നേരത്തെ തീരേണ്ട വിഷയമായിരുന്നു. അവര് വന്നില്ലേ, അവിടെ പുറത്ത് ഇരുന്നില്ലേ, അപ്പൊ തീരേണ്ട വിഷയമായിരുന്നു. നീ ഇടപെട്ടത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. നല്ലോണം ഒന്ന് വായക്കോലും കൂടാതെ അച്ഛനും അമ്മയും ഈ വിഷയം വല്ല എന്റെ കിട്ടിയൊക്കെ ഉണ്ടല്ലേ.